കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ആമേൻ. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നാം ശോഭിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാനൊക്കെ ആഗ്രഹിക്കുമ്പം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ആത്മീയമായിട്ട് നമുക്ക് പിടിച്ചു കയറണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ അതിനെതിരായി നിൽക്കുന്ന പല ശക്തികളുണ്ടാകാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് ഒരുപക്ഷെ അതിനെ സമ്മതിക്കത്തില്ല, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അതിനെ സമ്മതിക്കത്തില്ല, ഒരുപക്ഷെ പിശാച് അതിനെ സമ്മതിക്കത്തില്ല, എതിരായിട്ട് നിൽക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, ഇവിടെ പറയുകയാണ്, ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട്, ക്രിസ്തുവിനെ നാം അനുഗമിക്കുമ്പം, ക്രിസ്തുവിനെ നാം പിന്തുടരുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു സകലത്തിനെയും ജയിച്ചതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാമും ആത്മീയമായി ഒന്ന് മുന്നേറുവാനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ആത്മീയമായി മുന്നേറുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ തലമുറയിൽ, ഈ കാലത്തിൽ ഹല്ലേലൂയ, വാളും പരിചയമായിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറകൾ എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. കത്തി എടുക്കുന്നുണ്ട്, അനേകരെ കൊല്ലുന്നുണ്ട്, പല പ്രശ്നങ്ങൾ, അന്ധകാരങ്ങൾ ഈ ലോകത്ത് മൂടുമ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവവചനം എന്ന വാളെടുത്ത് കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാനും കർത്താവിന് വേണ്ടി ശോഭിക്കുവാനുമാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ, പൂർവ്വകാലങ്ങളിൽ തലമുറകൾക്ക് മറഞ്ഞിരുന്ന മർമ്മമാണ് പൗലോസ് അവിടെ പറയണം. പൗലോസ് പറയണം, ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. പൂർവ്വകാലങ്ങളിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തലമുറകൾക്ക് മറഞ്ഞിരുന്നൊരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉള്ളത്തിൽ വന്നിരിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. യേശു കർത്താവ് നമ്മുടെ ഉള്ളത്തിലുള്ളത് കൊണ്ട് നമുക്ക് സകല പ്രതിബന്ധങ്ങളെയും ജയിക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം നോക്കിക്കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലുള്ള 3.5 വർഷത്തെ ശുശ്രൂഷകളിലേക്ക് നാം കടന്നു വന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശുശ്രൂഷകളെ ഹല്ലേലൂയ നിർത്തിവെക്കുവാൻ, ഹല്ലേലൂയ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ലോകത്തിൻ്റെ യാതൊരു ശക്തികൾക്കും, പൈശാചിക ശക്തികൾക്കും കഴിഞ്ഞില്ല. സകല പ്രതിബന്ധങ്ങളെയും ക്രിസ്തു ജയിച്ചതുകൊണ്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലുള്ളത് കൊണ്ട് നാമും സകല പ്രതിബന്ധങ്ങളെയും ജയിച്ച് കർത്താവിന് വേണ്ടി ശോഭിക്കുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവിനെതിരെ നിന്നത് സാത്താൻ കർത്താവിനെതിരെയായിരുന്നു. തൻ്റെ ശുശ്രൂഷകളെ ഇല്ലായ്മ ചെയ്യുവാൻ, തന്നെ കൊന്നുകളയുവാൻ. രാഷ്ട്രീയ നേതാക്കന്മാർ തനിക്കെതിരെയായിരുന്നു, മതപുരോഹിതന്മാർ തനിക്കെതിരെയായിരുന്നു, തൻ്റെ കൂടെ നിന്ന് യൂദാ പോലും തനിക്കെതിരെയായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തൻ്റെ നഗരം തനിക്കെതിരെയായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തൻ്റെ കൂടെ ആരുമില്ലായിരുന്നു, സകലരും തനിക്ക് പ്രതികൂലമായിരുന്നെങ്കിലും യേശു ക്രിസ്തു സകലത്തിനെയും ജയിച്ച് ജയാളിയായി തീർന്നതുകൊണ്ട് കർത്താവിൻ്റെ പിൻഗാമികളായിരിക്കുന്ന നാമും അങ്ങനെ തന്നെ ആയിരിക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് സകല പരീക്ഷകളെയും സകല പ്രതിബന്ധങ്ങളെയും ജയിച്ചവനായിരുന്നു കർത്താവ്. സാത്താൻ ആദ്യം യേശുവിനെ പരീക്ഷിക്കുന്നത് സാത്താനാണ്. സാത്താൻ യേശുവിനെ പരീക്ഷിക്കുമ്പോൾ ആലയത്തിൻ്റെ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ തലകീഴായിട്ട് ആലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുവാനായിട്ട് കൽപ്പിക്കുകയാണ്, അല്ലെ പറയുകയാണ്. കാരണം അവിടം കൊണ്ട് യേശു അവസാനിക്കണം. മലയിൽ നിന്ന്, അല്ലെങ്കിൽ ആലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന യേശു അവിടം കൊണ്ട് തീരണമെന്ന് പിശാച് ആഗ്രഹിച്ചു. അല്ലെങ്കിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലേക്ക് പോലും കടക്കുവാൻ അനുവദിക്കാതെ യേശുവിനെ തകർത്ത് കളയുവാനായിട്ട് പിശാച് ആഗ്രഹിച്ച് താഴോട്ട് ചാടാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. എന്നാൽ യേശു അതിനെ വചനം കൊണ്ട് ജയിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 3 പരീക്ഷകളുടെ മധ്യത്തിലും യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, 3 പരീക്ഷയും ജയിക്കുമ്പോൾ യേശു പറയുകയാണ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് കർത്താവ്. അപ്പോൾ അങ്ങനെ എഴുതപ്പെട്ട വചനം കർത്താവ് പ്രഖ്യാപിച്ചപ്പം, പ്രൈസ് ഗോഡ്, സാത്താൻ പുറത്താക്കപ്പെട്ടു, അല്ലെങ്കിൽ സാത്താൻ പിന്തിരിഞ്ഞു പോയി. അല്ലെങ്കിൽ ഈ എഴുതപ്പെട്ട വചനം നമ്മുടെ നാവിലൂടെ പ്രഖ്യാപിക്കപ്പെടുമ്പം, അത് ജീവനായി ഭവിക്കുമ്പം, പ്രൈസ് ഗോഡ്, അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ നാം അതിനെ അല്ലെങ്കിൽ ഉരുവിടുമ്പം, അല്ലെങ്കിൽ സാത്താനെ ദൈവം പുറത്താക്കിയതുപോലെ സാത്താനെ ദൈവം ആദ്യമേ ജയിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആദ്യത്തെ കർത്താവിൻ്റെ ജയമെന്ന് പറയുന്നത് പിശാചിനെ കർത്താവ് ജയിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സാത്താനെ കർത്താവ് ജയിച്ചു.
അതിനുശേഷം ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ തൻ്റെ നഗരം തനിക്ക് അനുകൂലമല്ലായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ ചർച്ചക്കാർ തനിക്ക് അനുകൂലമല്ലായിരുന്നു, അവരൊക്കെ തനിക്ക് പ്രതികൂലമായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു അല്ലെങ്കിൽ ഒരിടത്തിരിക്കുമ്പം അല്ലെങ്കിൽ ഒരു പക്ഷപാത രോഗിയെ യേശു സൗഖ്യമാക്കുവാൻ പോകുമ്പോൾ അവിടെ നിന്നവർ പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇവൻ അവർ നിൽക്കുന്നവർ ചിന്തിച്ചു, ഇവൻ ദൈവദൂഷണം പറയുന്നുവെന്ന്. ഹല്ലേലൂയ. എന്നാൽ യേശു ഒരുവനെ സൗഖ്യമാക്കാൻ നിൽക്കുമ്പം യേശുവിനെതിരെ പറയുക, അവൻ ദൈവദൂഷണം പറയുന്നുവെന്ന് താൻ ചിന്തിക്കുകയാണ്. പക്ഷേ ഹല്ലേലൂയ, യേശു ആ തളർവാദ രോഗിയെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ദൈവദൂഷണം എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളിക്കളയുമ്പം യേശു അല്ലെങ്കിൽ ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ കരത്തിന് ബലമുണ്ടായിരുന്നു എന്ന് നാം കാണുന്നത്. അല്ലെങ്കിൽ ആ പക്ഷപാത രോഗിക്ക് കടന്നു വരുവാൻ ഇടമില്ലായിരുന്നു, അല്ലെങ്കിൽ ആ മേൽക്കൂര പൊളിച്ചാണ് താൻ കടന്നു വന്നത്. തനിക്ക് കടന്നു വരുവാനുള്ള സ്ഥലമില്ലായിരുന്നു, വഴിയില്ലായിരുന്നു, വാതിലുകളില്ലായിരുന്നു. അതുകൊണ്ട് അത് മേൽക്കൂര പൊളിച്ച് താൻ അടുത്ത് താഴേക്ക് വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ തിരിച്ചു പോകുമ്പോൾ യേശുവിൻ്റെ സ്പർശനം അനുഭവിച്ചതിന് ശേഷം മേൽക്കൂര പൊളിച്ചല്ല താൻ തിരികെ പോകുന്നത്, തനിക്ക് വേണ്ടി വാതിലുകളും വഴികളും തുറക്കപ്പെട്ടു. അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ മേൽക്കൂര പൊളിച്ച് കടന്നു വരേണ്ടി വന്നാലും യേശു ഒന്ന് തൊട്ട് കഴിയുമ്പോൾ തനിക്ക് വേണ്ടി അല്ലെങ്കിൽ വാതിലുകളും വഴികളും തുറക്കപ്പെട്ടു. താൻ ഹല്ലേലൂയ വിശാലമായ വഴിയിലൂടെ നടന്നുപോയി എന്ന് പറഞ്ഞാൽ മേൽക്കൂര പൊളിച്ചാണെങ്കിലും യേശുവിൻ്റെ അടുക്കൽ നാം വരുവാൻ തയ്യാറാകണം. കർത്താവിൻ്റെ അടുക്ക വന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി വാതിലുകളും വഴികളും തുറക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളിക്കളയുമ്പം അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ ആ തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ തൻ്റെ നഗരം വായിക്കുവാൻ സമയമെടുക്കുന്നില്ല. തൻ്റെ നഗരം അല്ലെങ്കിൽ മത നേതാക്കന്മാർ പറയുന്നുണ്ട്, അവന് ബുദ്ധിഭ്രമമുണ്ട്. പ്രൈസ് ഗോഡ്. അവന് ബുദ്ധിഭ്രമമുണ്ടെന്ന് പറയുന്നത്, അവനെ പിടിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു, അവന് ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ നാം വായിക്കുന്നത് ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് യേശുവിനെ പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ, ബുദ്ധിഭ്രമമുണ്ടെന്ന് പറയുമ്പോൾ, മത നേതാക്കന്മാർ അവനെ പിടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നാം വായിക്കുന്നത്, യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു ശാന്തമാക്കി. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പറയുന്ന, മത നേതാക്കൻ പറയുന്ന അല്ലെങ്കിൽ ആരോപണങ്ങളെ യേശുവിനെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. അവർ ഒരു പക്ഷത്ത് യേശുവിനെ പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് കാറ്റും കോളും കൂടെ അവനെ ഹല്ലേലൂയ അനുസരിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു ഭാഗത്ത് നാം കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവരുടെ നഗരം യേശുവിനെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. അവൻ മറിയുടെ മകനല്ലയോ, അവൻ തച്ചൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞ് അവനിൽ ഇടറിപ്പോകുമ്പോൾ തൊട്ടു താഴെ നമ്മൾ വായിക്കുന്നത് മർക്കോസ് 6:3-4 വായിക്കുമ്പോഴാണ് അവനെ തള്ളിക്കളയുന്നത്, അവനിൽ ഇടറിപ്പോകുന്നത്, അവൻ തച്ചൻ്റെ മകനല്ലയോ എന്നൊക്കെ പറയുന്നത്. പക്ഷേ 2 വാക്യങ്ങൾക്ക് ശേഷം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ഹല്ലേലൂയ ശിഷ്യന്മാരെ കൂടെ വിളിച്ച് ശിഷ്യന്മാരെ ഒരുമിച്ച് വരുത്തി അല്ലെങ്കിൽ അവരുടെ മേൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 12 വിളിച്ച് അല്ലെങ്കിൽ ഭൂതങ്ങളുടെ മേൽ പുറത്താക്കുവാൻ അവരുടെ മേൽ അധികാരത്തെ പകർന്നു. ഒരു വശത്ത് ഹല്ലേലൂയ ജനം നഗരം അവനെ തള്ളിക്കളയുമ്പോൾ ഒരു വശത്ത് ഹല്ലേലൂയ അവൻ്റെ ഭവനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറുവശത്ത് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരിലേക്ക് അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള ഒരു അധികാരത്തെ കൈമാറുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ യാതൊരു ശക്തികൾക്കും കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ 4-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ്റെ നഗരത്തിൽ ഹല്ലേലൂയ അവൻ്റെ പള്ളിയിൽ നിന്ന് അവനെ പുറത്താക്കി, അവന് നേരെ അവരുടെ കോപം നിറഞ്ഞവരായി, പള്ളിയിൽ നിന്ന് അവനെ പുറത്താക്കി അവന് കോപം നിറഞ്ഞവരായി മാറുമ്പം തലകീഴായി അല്ലെങ്കിൽ അവനെ തള്ളിയിടുവാൻ മനുഷ്യർ ശ്രമിക്കുമ്പം തൊട്ടു താഴെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 38 നമ്മൾ വായിക്കുന്നുണ്ട്, അവനൊരു ഭൂതത്തെ പുറത്താക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. അല്ലെങ്കിൽ യേശുവിനെ തള്ളിക്കളയുമ്പോൾ അല്ലെങ്കിൽ യേശുവിന് നേരെ കോപം നിറഞ്ഞവരാകുമ്പോൾ അല്ലെങ്കിൽ യേശു തൊട്ടു താഴെ ഭൂതങ്ങളെ പുറത്താക്കുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 9, 10, 11 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവന് ഭ്രാന്താണെന്നാണ് പറഞ്ഞത്, അവന് ഭ്രാന്താണ്, അവന് ഭൂതമാണെന്നൊക്കെ പറഞ്ഞ് അവനെ തള്ളിക്കളയുമ്പോൾ യേശുവിനെ കുറിച്ച് കാണുന്നത്, ഇതെല്ലാം കേട്ടുകൊണ്ട് അവൻ കടന്നു പോകുമ്പോൾ 9-1 അധ്യായത്തിൽ അവൻ കടന്നു പോകുമ്പോൾ കുരുടനായവരെ സൗഖ്യമാക്കുന്ന, കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷവും മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും യേശുവിനെതിരെ നിൽക്കുമ്പം അല്ലെങ്കിൽ യേശു ലാസറിൻ്റെ കല്ലറയിലേക്ക് പോയി മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ 11-ാം അധ്യായത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 11-ാം അധ്യായത്തിലേക്ക്
11:53 ഇങ്ങനെ വായിക്കുന്ന, അന്ന് മുതൽ അവൻ അവരെ കൊല്ലുവാൻ ആലോചിച്ചു. പ്രൈസ് ഗോഡ്. എന്നിട്ട് 57 വാക്യത്തിൽ പറയുകയാണ്, അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. മതപുരോഹിതന്മാർ ഹല്ലേലൂയ ശ്രമിക്കുകയാണ്. അന്ന് മുതൽ അവനവരെ കൊല്ലുവാൻ ആലോചിച്ചു. അവൻ ഇരിക്കുന്ന ഇടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. മതപുരോഹിതന്മാർ പരീശന്മാരൊക്കെ യേശുവിന് എതിരെ അല്ലെങ്കിൽ യേശുവിനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ, ഒരു മരണത്തിൻ്റെ മണം ആഗ്രഹിക്കുമ്പോൾ, യേശുവിനെ തീർത്തു കളയുവാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെ യേശു അല്ലെങ്കിൽ പന്തിക്കിരിക്കുകയാണ്. ആ പന്തിക്കിരുന്നവരിൽ അല്ലെങ്കിൽ വിരുന്നിൽ ഇരുന്നവരിൽ അല്ലെ ലാസർ ഉണ്ടായിരുന്നു. മാർത്ത ശുശ്രൂഷ ചെയ്തു. മറിയോ സ്വച്ഛ മാംസ തൈലമെടുത്ത് തൻ്റെ കാലിന്മേൽ പെരട്ടി മുടി കൊണ്ട് തുടയ്ക്കുവാനിടയിരുന്നു. അങ്ങനെ ഒരു വാക്യം അവിടെ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ സുഗന്ധം കൊണ്ട് ആ വീട് നിറഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ഒരു പക്ഷത്തും മരണത്തിൻ്റെ മണം ഹല്ലേലൂയ മതപുരോഹിതന്മാർ ആഗ്രഹിക്കുമ്പോൾ, കൊല്ലുവാൻ യേശുവിനെ ആഗ്രഹിക്കുമ്പോൾ, മരണത്തിൻ്റെ മണം ആഗ്രഹിക്കുമ്പോൾ, മറുവശത്ത് അല്ലെങ്കിൽ ലാസറിനോടുകൂടെ വിരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ സുഗന്ധത്തിൻ്റെ മണം പരക്കുന്ന ഭവനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു എവിടെ ഉണ്ടോ അവിടെ സുഗന്ധം പരക്കുവാൻ ഇടയായിത്തീരും. അല്ലെങ്കിൽ മതപുരോഹിതന്മാർ കൊല്ലുവാൻ യേശുവിനെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, മറുവശത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ യേശു വിരുന്ന് കഴിക്കുന്ന യേശുവിനോടൊപ്പം വിരുന്ന് കഴിക്കുന്ന ലാസറും മാർത്തയും മറിയയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യേശുവിനെ പിന്തിരിപ്പിക്കുവാൻ യാതൊരു ശക്തികൾക്കും കഴിഞ്ഞില്ല എന്നാണ് നാം കാണുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിനുശേഷം നാം വായിക്കുന്നുണ്ട്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, യേശുവിൻ്റെ ജനനത്തിങ്കിൽ തന്നെ ഹെരോദാവ് തന്നെ കൊല്ലുവാൻ ആലോചിച്ചു. അതുകൊണ്ട് യേശു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മിസ്രൈമിലേക്ക് പോകേണ്ടതായി വന്നു. പക്ഷേ യേശു ഹല്ലേലൂയ, എന്നാൽ ഒരു വചന നിവൃത്തീകരണം അവിടെ സംഭവിച്ചു. പ്രവചന നിവൃത്തീകരണം എന്ന പോലെ ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് മടക്കി വരുത്തും. ആ പ്രവചനം അവിടെ നിവൃത്തീകരിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം യേശുവിൻ്റെ ശുശ്രൂഷ ശക്തമായിരിക്കുമ്പോൾ പരീശന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു, ആ ഹല്ലേലൂയ, ഹെരോദാവ് നിന്നെ അന്വേഷിക്കുന്നു, നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, നീ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. പക്ഷേ യേശു അവരോട് പറഞ്ഞു, ഹല്ലേലൂയ, ആ കുറുക്കനോട് ചെന്ന് പറയുക, ഞാൻ ഇന്നും നാളെയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യും. ആ വാക്യം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 13:31-32. ലൂക്കോസിൻ്റെ സുവിശേഷം 13:31-32. അപ്പോൾ യേശു തൻ്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ ഏറ്റവും അധികാരത്തിൽ ഏറ്റവും ഉന്നതനായ ഹെരോദാവ് അല്ലെങ്കിൽ അധികാര പദവിയിലിരിക്കുന്ന ഹെരോദാവ് വന്നിട്ട് ഹെരോദാവിനെ കുറിച്ച് പരീശന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളുക, അവൻ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ യേശു മറുപടി പറഞ്ഞു, ആ കുറുക്കനോട് ചെന്ന് പറയുക, ഇന്നും നാളെയും ഞാൻ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ യാതൊരു ശക്തികൾക്കും കഴിഞ്ഞില്ല. ഒരു സാത്താന്യ ശക്തികൾക്കും കഴിഞ്ഞില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും കഴിഞ്ഞില്ല. ഒരു മതപുരോഹിതന്മാർക്കും കഴിഞ്ഞില്ല. ഒരു അധികാര സ്ഥാനത്തിലുള്ളവർക്കും കഴിഞ്ഞില്ല. ഒരു ഹെരോദ രാജാവിനും കഴിഞ്ഞില്ല. അല്ലെങ്കിൽ സകലത്തെയും യേശു ക്രിസ്തു ജയിച്ചതുകൊണ്ട് ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, കർത്താവിന് വേണ്ടി വചനമെന്ന് വാളെടുക്കുവാൻ നമുക്ക് കഴിയുവാൻ ഇടയായി തീരണം. കൂടെ നിന്ന് യൂദാ പോലും തനിക്ക് അനുകൂലമല്ലായിരുന്നു. കൂടെ നിന്ന് യേശുവിൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പിൻഗാമിയായി നിൽക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത യൂദാ യേശുവിനെ തള്ളിപ്പറയുമ്പോൾ വാളും വടിയുമായ ഒരു പട്ടാളക്കാർ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യൂദാ വന്ന് യേശുവിനെ കെട്ടിപ്പിടിക്കുമ്പം യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സ്നേഹിത എന്നാണ് ചോദിക്കുന്നത്. നമ്മളോട് ആൾക്കാർ പെരുമാറുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇവിടെ കൊല്ലുവാനായിട്ട് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ഹല്ലേലൂയ ഇവിടെ കൊണ്ട് അതിക്രൂരമായ ഒരു കൊലപാതകത്തിന് വേണ്ടി ക്രൂശീകരണത്തിന് വേണ്ടി യേശുവിനെ യൂദാ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും സ്നേഹിത എന്ന് വിളിക്കുവാനുള്ള ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളത്തിലുണ്ടോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. സ്നേഹിത എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്ന, നീ വന്ന കാര്യം എന്തെന്ന് ചോദിക്കുന്ന യേശു ക്രിസ്തുവിനെ നാം അറിയുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നാം അനുഗമിക്കുന്ന യേശു, നമ്മുടെ ഉള്ളത്തിലുള്ള യേശു സമാധാന പ്രിയനാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ യേശു നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ആ സമാധാനം നമുക്കും മറ്റുള്ളവരോടും ഉണ്ടായിരിക്കണമെന്ന് നമുക്ക്
കാണുവാൻ സാധിക്കുന്നു. അവിടെ വന്നപ്പോൾ ഒരു ചെവി അറുക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരുവൻ്റെ ചെവി അറുക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ എതിരെ നിന്ന ഒരുവൻ്റെ. പക്ഷേ അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ ആ ചെവിയെ സൗഖ്യമാക്കുവാൻ, ആ ചെവി തിരിച്ചു വെച്ച് സൗഖ്യമാക്കുവാൻ യേശുവിന് കരുത്തുണ്ടായിരുന്നു. അല്ല അതിക്രൂരമായ ക്രൂശീകരണത്തിനാണ് യേശുവിനെ കൊണ്ടുപോകുന്നത്. എന്നാൽ പോകുമ്പോഴും യേശുക്രിസ്തു ആ ചെവി പോയവൻ്റെ സൗഖ്യമാക്കുവാൻ യേശു കർത്താവിന് അല്ലെങ്കിൽ ശക്തി ഉണ്ടായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് അല്ല യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നാം യെരുശലേമിലേക്ക് പോകുക, അവിടെ എന്നെ ക്രൂശിക്കും, അവിടെ എന്നെ തള്ളിക്കളയും, അവിടെ എന്നെ നിന്ദിക്കും, അവിടെ എന്നെ എന്നെ അവർ ഉപദ്രവിക്കും എന്നൊക്കെ യേശു പറഞ്ഞു. പക്ഷേ ഒരു വാക്കും കൂടെ യേശു പറഞ്ഞു, എന്നാൽ മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ പിടിച്ചു നിർത്തുവാൻ, യേശു കർത്താവിനെ ഇല്ലാതാക്കുവാൻ മരണത്തിനു പോലും സാധ്യമായില്ല എന്ന് നമ്മൾ കാണുന്നു. സകലരും യേശുവിന് പ്രതികൂലമായിരുന്നെങ്കിലും അവയെല്ലാം ജയിക്കുവാൻ യേശു ക്രിസ്തുവിന് കരുത്തുണ്ടായിരുന്നു. ശരിയാണ്, ഉപദ്രവിക്കും, തള്ളിക്കളയും, പക്ഷേ യേശു പറയുകയാണ് മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു കർത്താവ് പറയുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കും ഒരു പ്രത്യാശയുണ്ട്. കല്ലറകൾക്ക് അവനെ പിടിച്ചു നിർത്തുവാൻ സാധ്യമായില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പം ഒരേ ഒരു കല്ലറയേ ഉള്ളൂ തുറന്നു കിടക്കുന്നത്. അത് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ, എന്നാൽ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിലെ എല്ലാ മതനേതാക്കന്മാരുടെയും, എല്ലാ രാഷ്ട്രീയ പുരോഹിതന്മാരുടെയും, എല്ലാ പൗരോഹിത്യ വർഗത്തിൻ്റെയും, എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും, എല്ലാ രാജാക്കന്മാരുടെയും, എല്ലാ നേതാക്കന്മാരുടെയും, ഹല്ലേലൂയ, ഉന്നതന്മാരുടെയും കല്ലറകൾ എല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഒരുവന്റെ കല്ലറ മാത്രമേ തുറന്നു കിടക്കത്തുള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ തുറക്കപ്പെട്ട ഒരു കല്ലറയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ചരിത്രത്തെ AD എന്നും BC എന്നും ചരിത്രത്തെ തിരിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. സമയത്തെ തിരിച്ച ഹല്ലേലൂയ ചരിത്ര പുരുഷനായിരുന്നു യേശു കർത്താവ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മരണപാശങ്ങളെ അഴിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സാത്താന്റെ തലയെ തകർത്ത യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ഗോഡ്. പാമ്പിന്റെ ശക്തികളെ തകർത്ത യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം അരുളി ചെയ്ത ഉൽപ്പത്തിയിൽ പറഞ്ഞ സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ സ്ത്രീയുടെ സന്തതിയായി മാറിയ യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ പൈശാചിക ശക്തികളെ ജയിച്ച യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഉലകത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ ഉന്നതനായ ഒരു ദൈവനെ ഹല്ലേലൂയ നമുക്ക് സേവിക്കുവാൻ ദൈവം നൽകുന്ന വൻ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ രോഗികളെ സൗഖ്യമാക്കി, ഈ ലോകത്തിൽ യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ 3.5 വർഷം കൊണ്ട് രോഗികളെ സൗഖ്യമാക്കി യേശു കർത്താവിനെ നമുക്ക് കാണുന്നു. ഗിലെയാദിലെ ഔഷധ തൈലത്തെ നമുക്ക് കാണുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുരുടന്റെ കണ്ണ് തുറന്ന യേശു കർത്താവ്, ചെകിടന്റെ കേൾവിയെ തുറന്ന യേശു കർത്താവ്, ഊമന്റെ ഹല്ലേലൂയ നാവിന്റെ കെട്ടിനെ അഴിച്ച യേശു കർത്താവ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മുടന്തന്റെ കാലുകളെ ഉറപ്പിച്ച യേശു കർത്താവ്, ഹല്ലേലൂയ. രോഗിയായിരുന്ന സ്ത്രീയെ സൗഖ്യമാക്കിയ യേശു കർത്താവ്, കൂനിയായിരുന്ന സ്ത്രീയെ സൗഖ്യമാക്കിയ യേശു കർത്താവ്, മരണപാശങ്ങളെ അഴിച്ച യേശു കർത്താവ്, നായിന്റെ പട്ടണത്തിലെ വിധവയുടെ മകനെ സൗഖ്യമാക്കിയ മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്ക് നയിച്ച യേശു കർത്താവ്, ബാലെ കരം പിടിച്ച് ഉയർപ്പിച്ച യേശു കർത്താവ്, ലാസറിനെ ഉയർപ്പിച്ച യേശു കർത്താവ്, ഭൂതങ്ങളെ പുറത്താക്കിയ യേശു കർത്താവ്, 6000 ഭൂതത്തെ പോലും ഒറ്റ വാക്കുകൊണ്ട് പുറത്താക്കിയ യേശു കർത്താവ്, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ യേശു കർത്താവ്, 5000 പേരെ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശു കർത്താവ്, വെള്ളത്തെ കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ യേശു കർത്താവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്നും അസാധ്യമല്ലായിരുന്നു. സകല നേതാക്കന്മാരും സകല പൗരോഹിത്യ വർഗങ്ങളും യേശുവിനെതിരെ നിന്നിട്ടും സകലത്തെ കീഴ്പ്പെടുത്തി മരണത്തെ പോലും കീഴ്പ്പെടുത്തി ജയിച്ച യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ യേശു കർത്താവാണ് നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു കർത്താവ്, ഹല്ലേലൂയ ഹല്ലേലൂയ. കാപട്യമറ്റ കനക കോമളനായ യേശു കർത്താവ്, ശാരോനിൻ പനനീർ പുഷ്പമായ യേശു കർത്താവ്, 10000ങ്ങളിൽ സുന്ദരനായ യേശു കർത്താവ്, താൻ മാത്രം അമർത്തതയുള്ളവനായ യേശു കർത്താവ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ യേശു കർത്താവ്, ഹല്ലേലൂയ ഹല്ലേലൂയ. തേജസ്സിന്റെ പ്രഭയായ യേശു കർത്താവ്, തത്വത്തിന്റെ മുദ്രയായിരിക്കുന്ന യേശു കർത്താവ്, സർവശക്തനായിരിക്കുന്ന യേശു കർത്താവ്, സർവജ്ഞാനിയായിരിക്കുന്ന യേശു കർത്താവ്, സർവവ്യാപിയായിരിക്കുന്ന യേശു കർത്താവ്, ഏകാധിപതിയായിരിക്കുന്ന യേശു
യേശു കർത്താവ്, അല്ലെ ഭൂമിയിലെ അല്ലെ വചനം കൊണ്ട് സകലത്തെ വഹിക്കുന്നവനായ യേശു കർത്താവ്, എൻ്റെ ഉറവിടമായിരിക്കുന്ന, ഉപനിധിയായിരിക്കുന്ന, സങ്കേതമായിരിക്കുന്ന, കോട്ടയായിരിക്കുന്ന, ഉറപ്പുള്ള പാറയായിരിക്കുന്ന അല്ലെ യേശു കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു ഉറപ്പ് വേണം. അല്ലെ യേശു കർത്താവ് ആരാണ്, അല്ലെ യേശു കർത്താവ് എനിക്ക് ആരാണെന്നുള്ളൊരു ഉറപ്പ് വേണം. അല്ല ക്രിസ്തുവിനെയാണ് നാം വഹിക്കുന്നതെന്നുള്ള അല്ലെ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ്റെ തോളിൽ ആധിപത്യം ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ പറയുവാൻ ഇട വന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ എല്ലാ നാവും പാടുന്ന, സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ ഹല്ലേലൂയ എല്ലാവരുടെ മുട്ടുമടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപാടുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 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 ദൈവത്തിൻ്റെ പ്രതിമയായ യേശു കർത്താവ് ഹല്ലേലൂയ സിംഹാസനങ്ങളാകട്ടെ, സ്വർഗത്തിലാകട്ടെ, ഭൂമിയിലാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ഹല്ലേലൂയ സകലതും കർത്താവ് മുഖാന്തരം ഹല്ലേലൂയ കർത്താവ് മുഖാന്തരം ഉളവായി, കർത്താവിനാലും ഉളവായി. പ്രൈസ് ഗോഡ്. സകലതും അവൻ്റെ ഹല്ലേലൂയ അവൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിലെ കർത്താവ് ആരാണ്? നമ്മുടെ ഉള്ളത്തിലുള്ള കർത്താവ്. അല്ലെങ്കിൽ മത്തായി മുതൽ വെളിപ്പാട് വരെ നാം നോക്കുമ്പോൾ, അല്ലെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ യേശു കർത്താവിനെ നാം കാണുന്നത്, യേശു ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷത്തിൽ യഹൂദന്മാരുടെ രാജാവാണ്. അല്ലെങ്കിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഈ ഉലകത്തിൽ രാജാവായി പിറന്നവരാരുമില്ല. അല്ലെങ്കിൽ എല്ലാവരും രാജാവായി തീർന്നിട്ടേ ഉള്ളൂ, ഒരു മനുഷ്യനും രാജാവായി പിറന്നിട്ടില്ല. എന്നാൽ ഹെരോദാവ് രാജാവായി ഇരിക്കുമ്പം, ഒരു കാലഘട്ടത്തിൽ ഹെരോദാവ് രാജാവായി ഇരിക്കുമ്പം വിദ്വാൻമാർ വന്ന് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെവിടെ? ജനനത്തിങ്കൽ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ജനനത്തിങ്കൽ തന്നെ രാജാവായി പിറന്നവനാണ് യേശു. അതുകൊണ്ട് മത്തായിൽ യേശുവിനെ യഹൂദന്മാരുടെ രാജാവായി വെളിപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ മർക്കോസിൽ യേശുവിനെ ദാസനായി വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ലൂക്കോസിൽ യേശു മനുഷ്യപുത്രനായി വെളിപ്പെടുത്തുമ്പോൾ, യോഹന്നാനിൽ യേശു ഹല്ലേലൂയ ദൈവത്തിൻ്റെ പുത്രനായി വെളിപ്പെടുന്നു. യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, സത്യവും ഹല്ലേലൂയ സത്യവും അല്ലെങ്കിൽ കൃപയും നിറഞ്ഞവനായി യേശു വന്നു. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു, ഞാൻ ഹല്ലേലൂയ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ യേശു തന്നെ പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന, നമുക്ക് വേണ്ടി ജീവനായി തീർന്ന യേശു കർത്താവിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ യേശു അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. മറ്റൊരുത്തിനും രക്ഷയില്ല, അത് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ ഇടയിൽ മറ്റൊരു നാമവുമില്ലെന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ വെളിപ്പെടുത്തുന്നു. റോമാലേഖനത്തിൻ്റെ ന്യായാധിപതിയായ ക്രിസ്തു അവിടെ ഹല്ലേലൂയ എങ്ങനെ ചോദിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ പ്രതികൂലമായി നിൽക്കുവാൻ ആർക്കാണ് സാധ്യമെന്ന് ഹല്ലേലൂയ ന്യായാധിപതിയായ ക്രിസ്തു ഹല്ലേലൂയ കൊരിന്ത്യ ലേഖനത്തിൽ ഹല്ലേലൂയ പാറയായ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ സ്വാതന്ത്ര്യം നൽകുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ സഭയുടെ തലയായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മുടെ സന്തോഷമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ കൊലോസ്യ ലേഖനത്തിൽ സമ്പൂർണ്ണനായ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. സകല സമ്പൂർണ്ണതയും അധിവസിക്കുന്ന യേശു ക്രിസ്തുവിനെ കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തെസ്സലോനിക്യ ലേഖനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശയും മഹത്വവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനുശേഷം തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മുടെ വിശ്വാസമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ തീത്തോസിന്റെ ലേഖനത്തിൽ നാം സേവിക്കുവാൻ ഹല്ലേലൂയ നാം സേവിക്കുവാൻ കാരണമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഫിലോമോനിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ സഹോദരനേക്കാളും അടുത്ത് നിൽക്കുന്ന സ്നേഹിതനായി ഫിലോമോന്റെ പുസ്തകത്തിൽ ഒറ്റ അധ്യായത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എബ്രായ ലേഖനത്തിൽ പരിപൂർണനായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് അല്ല, അവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ പത്രോസിന്റെ ലേഖനത്തിൽ ഹല്ലേലൂയ ശ്രേഷ്ഠ ഇടയനായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിത്യ സ്നേഹമായിരിക്കുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. യൂദയുടെ ലേഖനത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ വേഗം വരുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ ഇങ്ങനെ കാണുകയാണ്, വെളിപ്പാടിൽ കാണുകയാണ്, ക്രൂശിന്റെ ചുവട്ടിൽ ആളല്ല എന്ന രൂപത്തിൽ യേശുവിനെ കണ്ട യോഹന്നാൻ വെളിപ്പാടിൽ യേശുവിനെ
കാണുവാൻ ഇടയായി തീർന്നു. താൻ ഹല്ലേലൂയ ആത്മവിവശനായപ്പോൾ യേശു അല്ല മാറത്ത് പൊൻകച്ച അണിഞ്ഞവനായി, തൻ്റെ കരത്തിൽ 7 വിളക്ക് നിലവിളക്കുകൾ, 7 നക്ഷത്രം കയ്യിലുള്ളവനായി, 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മാറത്ത് പൊൻകച്ച അണിഞ്ഞ് അല്ലെങ്കിൽ വെള്ളോട് സദൃശ്യമായ കാലുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, അല്ലെങ്കിൽ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായി, ഹിമത്തേക്കാൾ വെണ്മയുള്ള തലമുടിയുള്ളവനായി, ഹല്ലേലൂയ ഹല്ലേലൂയ നിലയങ്കി ധരിച്ചവനായി, സൂര്യനേക്കാൾ ശോഭയുള്ളവനായി, അല്ലെങ്കിൽ യേശു കർത്താവിനെ ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലൻ കാണുവാനിടയായി തീർന്നു. ഇതെല്ലാം കണ്ട് താൻ താഴെ വീഴുമ്പോൾ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ദാവീദിൻ്റെ വേരും യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ, ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ മുദ്രകൾ പൊട്ടിപ്പാൻ യോഗ്യനായി ഒരുവനെ കാണാതിരുന്നപ്പം, ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇരിക്കുന്ന പുസ്തകം തുറപ്പാൻ യോഗ്യനായി ഉലകത്തിൽ ഒരുവരെയും കാണാതിരുന്നപ്പം, സ്വർഗത്തിലും ഭൂമിയിലും കാണാതിരുന്നപ്പോൾ അറുക്കപ്പെട്ടൊരു കുഞ്ഞാടുണ്ടായിരുന്നു. ഹല്ലേലൂയ യേശു കർത്താവിനാൽ ഹല്ലേലൂയ മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായ ക്രിസ്തു യേശുവിനെ സകല ഭാഷക്കാരും സകല വംശവും സകല ദേശക്കാരും സകലരും ഗോത്രക്കാരും ആരാധിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് യേശു കർത്താവ് നമ്മളുടെ ഉള്ളത്തിലിരിക്കുന്നുവെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ഈ ഹല്ലേലൂയ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നു. അതുകൊണ്ട് തലമുറകൾക്ക് മറഞ്ഞിരുന്ന, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന ക്രിസ്തു, ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള പ്രതിബന്ധങ്ങളെ കണ്ട് ഭയപ്പെടാനോ ഭാരപ്പെടാനോ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ശോഭിക്കുവാൻ കഴിയാതെ വണ്ണം പിശാചോ ഹല്ലേലൂയ മറ്റുള്ള സാഹചര്യങ്ങളോ നമ്മളെ തടഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം നാം വിശ്വസിച്ച് ഏറ്റെടുക്കണം. എൻ്റെ ഉള്ളത്തിലുള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്. ഞാൻ ആരാധിക്കുന്ന ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാട് നമുക്ക് കിട്ടി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതികൂലങ്ങളെല്ലാം നിസ്സാരമായി മാറും. കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ ഇടവരും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.